ഹലോ എവരിവൺ, ദിസ് ഇസ് ദീപ്തി തോമസ് ഫ്രം ടീച്ചേഴ്സ് അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OET റീഡിംഗ് പാർട്ട് ബി എടുക്കുമ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ജിസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ ജിസ്റ്റ് എന്താണെന്ന് എനിക്ക് തോന്നുന്നു പല വീഡിയോയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. എങ്കിൽ പോലും ആ ഒരു ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേക സ്ട്രാറ്റജീസ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ജിസ്റ്റ് എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കത് ഓവറോളായിട്ട് വായിക്കുമ്പോൾ അതിൽ കിട്ടുന്ന മീനിങ് എന്താണ് എന്നതാണ് ജിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ആൻസർ ചെയ്യുമ്പോൾ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ആൻസർ ചെയ്ത് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ട്വിസ്റ്റ്, അല്ലേ? അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. So today we are going to discuss about one of the familiar topics, gist questions in OET reading part B. പാർട്ട് ബിയിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ജിസ്റ്റ് ക്വസ്റ്റ്യൻസ്. എല്ലാവരും ഫെമിലിയർ ആയ ഒരു ടോപ്പിക്കാണ്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ അതിനെ കുറിച്ച് ഈ ഒരു സെഷനിൽ നമുക്ക് ചെറിയ രീതിയിൽ സ്ട്രാറ്റജീസിനെ കുറിച്ച് ഇച്ചിരി കൂടി ഒന്ന് ഡീപ്പറായിട്ട് ഈ ഒരു ചെറിയ സെഷനിൽ മനസ്സിലാക്കാം. ഓക്കെ, സോ ജിസ്റ്റ് ക്വസ്റ്റ്യൻസ്. ജിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ദ എസെൻസ് ഓഫ് ദ പാരഗ്രാഫ്. ആ ഒരു പാരഗ്രാഫിന്റെ മെയിൻ ഐഡിയ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ജനറൽ ആയ മീനിങ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫിന്റെ എസെൻസ് മനസ്സിലാക്കുക എന്നാണ് ജിസ്റ്റ് എന്നൊരു വാക്കിന്റെ അർത്ഥം, അല്ലേ? അപ്പം അതുപോലത്തെ ക്വസ്റ്റ്യൻസ്, ജിസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പാർട്ട് ബിയിൽ, OET റീഡിംഗ് പാർട്ട് ബിയിൽ വരാറുണ്ട്, അല്ലേ? what is the main idea of the paragraph, or what is the article mainly focusing on, what is the main point in the article. അവിടെ വരുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അവിടെ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഒരു ടെക്നീക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. Because they are asking about a general meaning of the paragraph, or they are asking about the main idea of the paragraph. So in order to understand the main idea, നമുക്ക് അവിടെ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ സാധനത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് എ ജിസ്റ്റ്, അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ ആ ഒരു പാരഗ്രാഫിന്റെ എസെൻസ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ പാരഗ്രാഫ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് അതുപോലെ നമ്മൾ വായിക്കണം, അല്ലേ? ബിക്കോസ് ജിസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദി എസെൻസ് ഓഫ് ദ പാരഗ്രാഫ്. പാരഗ്രാഫിന്റെ എസെൻസ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിന്റെ മെയിൻ പർപ്പസ്, ഐഡിയ മനസ്സിലാക്കുക, ജനറൽ മീനിങ് മനസ്സിലാക്കുക എന്നാണ് ജിസ്റ്റ് എന്നൊരു വാക്കിന്റെ അർത്ഥം. സോ അത് തന്നെയാണ് ആ ക്വസ്റ്റ്യനും നമ്മളോട് ചോദിക്കുന്നത്, ടു അണ്ടർസ്റ്റാൻഡ് ദ ജനറൽ മീനിങ് ഓഫ് ദ പാരഗ്രാഫ്. സോ ക്വസ്റ്റ്യൻ മെയിൻലി ചോദിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ what is the paragraph's main idea, what is the paragraph's main discussion point, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ചെറിയ സെഷനിൽ നമ്മൾ എന്താണ് ടെക്നീക്ക്, നമുക്ക് ജിസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ആ ഒരു ടെക്നീക്കിനെ കുറിച്ചും, പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തും കൂടി നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കും. ഓക്കെ, സോ ജിസ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? റീഡ് ദ കോണ്ടെക്സ്റ്റ് ഫസ്റ്റ്. ആദ്യം കോണ്ടെക്സ്റ്റ് നമ്മൾ വായിക്കണം. ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു തന്നിരിക്കുന്ന ആ ഒരു പാരഗ്രാഫിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ചോദിച്ചിരിക്കുന്നത്, അതെന്താണ്? നമുക്ക് അറിയാം പാർട്ട് ബിയിലെ മിക്കവാറും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാരഗ്രാഫ് എന്തായിരിക്കും? അല്ലെങ്കിൽ മെമോ ആയിരിക്കും, ഇമെയിൽ ആയിരിക്കും, ഗൈഡ് ലൈൻസ് ആയിരിക്കും, പോളിസീസ് ആയിരിക്കും, അല്ലേ? എന്തായാലും ഒരു റീസെർച്ച് ടോപ്പിക് ആയിട്ട് നമുക്ക് പാർട്ട് ബിയിൽ വരാറില്ല. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഉപയോഗിക്കപ്പെടുന്ന മെമോ, ഇമെയിൽസ്, ഗൈഡ് ലൈൻസ്, പോളിസീസ്, ഇതൊക്കെ ആയിരിക്കും പാർട്ട് ബിയിൽ മെയിൻ ആയിട്ട് ചോദിക്കപ്പെടുന്നത്. സോ നമ്മൾ കോണ്ടെക്സ്റ്റ് എന്താണ് വായിക്കാൻ പറയുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ പാരഗ്രാഫ് ഗിവൻ ഇസ് എ മെമോ, ഇമെയിൽ, ഗൈഡ് ലൈൻ ഓർ പോളിസി എക്സെട്ര. എന്തിനാ നമ്മൾ ആ ഒരു അതിന്റെ കോണ്ടെക്സ്റ്റ് വായിക്കാൻ പറയുന്നത്? ആ ഒരു പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത് ഗൈഡ് ലൈൻ ആണോ, മെമോ ആണോ, ഇമെയിൽ ആണോ, പോളിസി ആണോ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്താണ് കോണ്ടെക്സ്റ്റ് വായിക്കാൻ നമ്മളോട് പറയുന്നത്. അപ്പം എന്തായാലും പാർട്ട് ബിയിൽ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു ഹെഡ്ലൈൻ ആയിട്ട് തന്നിരിക്കും. ഇനി തന്നിട്ടില്ലെങ്കിലും യു ക്യാൻ read the first line, and from the first line you can understand that whether the paragraph is a memo or a guideline or a email, അല്ലേ? ഇമെയിൽ ആണെങ്കിൽ this email is to for the practitioners, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരിക്കും, അല്ലേ? ഒരു ഹെഡിങ് തന്നിട്ടില്ലെങ്കിലും ഒരു ലൈനിൽ ഫസ്റ്റ് സെക്കൻഡ് ആദ്യത്തെ 2-3 ലൈനിൽ ആ ലൈൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വാട്ട് കൈൻഡ് ഓഫ് പാരഗ്രാഫ് ഇസ് ദിസ്. അതൊരു ഗൈഡ് ലൈൻ ആണെങ്കിൽ അതുപോലെ നമുക്ക് പോവാം, മെമോ ആണ്, ഇമെയിൽ ആണ്, അങ്ങനെ പോവാം. അല്ലെങ്കിൽ ഒരു ഹെഡിങ് തന്നിട്ടുണ്ടായിരിക്കും, വി ക്യാൻ മൂവ് ഫോർവേഡ് വിത്ത് ദാറ്റ് ഹെഡിങ്. ഓക്കെ, ദെൻ what is the next thing that you can do? You can read the question. Okay,
ക്വസ്റ്റ്യൻ വായിക്കാം, ബിക്കോസ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത്, മെയിൻ ഐഡിയ ഒക്കെ ചോദിക്കാം. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ദേ ആർ ആസ്കിങ്, യു ക്യാൻ റീഡ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ റീഡ് ദ ടെക്സ്റ്റ്. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇവിടെ വായിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് ദ പാരഗ്രാഫ് ഈസ് ടോക്കിംഗ് അബൌട്ട്. പാരഗ്രാഫ് ക്ലിയർലി എന്താണ് സംസാരിക്കുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ടും ആ ഒരു സ്റ്റോറിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലാത്തതും കൊണ്ടും വി ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദ പാരഗ്രാഫ്. സോ റീഡിംഗ് ദ ഓപ്ഷൻസ് ഇസ് എ കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് ടൈം, ബിക്കോസ് യു ഹാവ് ഓൺലി 2 minutes. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ 2 മിനിറ്റുള്ളൂ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. സോ reading the question is a complete waste of your time. Okay, so avade namakku endha cheyyam, so we can skip reading the options. Avade namakku nere poi, once you have read your question, if you understand what type of question they are asking, you can move forward to the paragraph or to the text. അല്ലേ, നമുക്ക് നേരെ ടെക്സ്റ്റ് പോയിട്ട് അവിടെ നമുക്ക് ടെക്സ്റ്റ് ക്ലിയർലി വായിക്കണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്, യു ക്യാൻ നോട്ട് യൂസ് ദാറ്റ് സ്ട്രാറ്റജി ഹിയർ, ബിക്കോസ് ഇവിടെ എന്ന് പറഞ്ഞാൽ ദേ ആർ ആസ്കിങ് അബൌട്ട് എ ജനറൽ മീനിങ് ഓഫ് ദ പാരഗ്രാഫ് ഓർ ദ മെയിൻ ഐഡിയ ഓഫ് ദ പാരഗ്രാഫ്. സോ ഇവിടെ ഒരു വാക്കിന് കയറി പിടിച്ചിട്ട് നമുക്ക് തപ്പി നടക്കാനൊന്നും പറ്റത്തില്ല. വി ക്യാൻ നോട്ട് യൂസ് ദാറ്റ് സ്ട്രാറ്റജി ഓവർ ഹിയർ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് what idea or what message is the author want to convey. അതാണ് ജിസ്റ്റ് ക്വസ്റ്റ്യന്റെ പർപ്പസ്. സോ മെയിൻ ഐഡിയ അല്ലെങ്കിൽ ഓഥറിന്റെ വാക്കുകളുടെ പിന്നിലുള്ള മെസ്സേജ് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു റീഡ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ്. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ആ രീതിയിൽ തന്നെ വായിച്ചു പോകണം. വി ക്യാൻ നോട്ട് മിസ് ഈവൻ എ സിംഗിൾ ലൈൻ. നമുക്കൊരു സിംഗിൾ ലൈൻ പോലും മിസ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഒരു കഥയുടെ നമുക്ക് ഇടയ്ക്ക് വെച്ച് മിസ്സായി പോയാൽ ചിലപ്പോൾ നമുക്ക് ആ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാവണമെന്നില്ല. സോ ഇറ്റ്സ് ലൈക്ക് എ സ്റ്റോറി, യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ആൻഡ് ടിൽ ദി എൻഡ്. എന്നാൽ മാത്രമേ നമുക്കൊരു സ്റ്റോറി മനസ്സിലാവത്തുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് ആ സ്റ്റോറിയുടെ മോറൽ പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും. In order to answer your questions that are based on gist, you have to read the entire paragraph. Okay, to understand the author's word, to understand the message behind the author's word. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ പാരഗ്രാഫ് വായിച്ചു, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ട്, എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, മെയിൻ ഐഡിയ എന്താണ്. നിങ്ങൾ ആ പാരഗ്രാഫ് വായിച്ചിട്ട് യു ക്യാൻ തിങ്ക് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാം ഈ ഒരു പാരഗ്രാഫിൽ എന്തിനെ കുറിച്ചാണ് ക്ലിയർലി അവർ സംസാരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാമല്ലോ. യു ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ് എൻറ്റയർലി ഓൺ ദ പാരഗ്രാഫ്. ഒരു വട്ടം പാരഗ്രാഫ് വായിച്ചെങ്കിൽ ഓക്കെ ശരി, ഇനി ഞാൻ ഓപ്ഷൻസിലോട്ട് പോവാം. ബിഫോർ യു ഡു ദാറ്റ്, you have read the question, you have read the paragraph. So question നിങ്ങളുടെ അടുത്തുണ്ട്, പാരഗ്രാഫ് നിങ്ങളുടെ അടുത്തുണ്ട്. Why can't you think the answers for yourself? നിങ്ങൾക്ക് തന്നെ ആൻസറിനെ കുറിച്ച് ചിന്തിക്കാമല്ലോ. ഈ ഒരു ചോദ്യം ചോദിച്ചത് ഇതാണ്. അപ്പം പാരഗ്രാഫ് വായിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇതായിരിക്കണം എൻ്റെ ഒരു ഉത്തരം എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ that will make it easier for you to choose the options. മനസ്സിലായോ? ഉടനെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാരഗ്രാഫ് വായിച്ചിട്ട് ചാടി കയറി ഓപ്ഷൻസിലോട്ട് പോകുന്നതിന്റെ പകരം ആൻസർ ഇൻ യുവർ ഓൺ വേർഡ്സ്, സ്വന്തമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. എൻ്റെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇതായിരിക്കണമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. ഓക്കെ, ആ ഒരു ആൻസർ നമ്മുടെ ബ്രെയിനിൽ വന്നു. ഓക്കെ, ഈ ഒരു പാരഗ്രാഫിൽ ഇതാണ് അവർ മെയിൻ ആയിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് സംസാരിക്കുന്നത് ഇതാണെന്ന് നമ്മൾ ഒരു വട്ടം മനസ്സിലാക്കി കഴിഞ്ഞാൽ then you can go to your options. And then you can match your options with your own answers. എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചിന്തിച്ചിട്ട് നമ്മൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ഈസി ഫോർ യു ടു എലിമിനേറ്റ് ദി ഓപ്ഷൻസ് ഇച്ചിരി കൂടി നല്ല രീതിയിൽ എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാം. ബിക്കോസ് മെയിനായിട്ട് നമുക്ക് വരുന്ന പ്രോബ്ലം എന്താണ്, 2 ഓപ്ഷൻസിന് ഇടയ്ക്ക് നമുക്ക് വളരെ നല്ല രീതിയിൽ കൺഫ്യൂഷൻ വരും. അതെന്തുകൊണ്ടാണ് വരുന്നത്? ബിക്കോസ് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കുന്നില്ല. വി ആർ എൻറ്റയർലി ഡിപ്പെൻഡിങ് ഓൺ ദ ഓപ്ഷൻസ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദാറ്റ്, വൺസ് യു ഹാവ് റെഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് വൺസ് യു ഹാവ് റെഡ് ദ പാരഗ്രാഫ്, നിങ്ങൾ ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആ ഒരു പാരഗ്രാഫിന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഓപ്ഷൻസിലോട്ട് ചാടി കയറി പോകരുത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞിട്ട് then you go and read your options. ഓപ്ഷൻ എൻ്റെ ചിന്താഗതി എൻ്റെ ആൻസറുമായിട്ട് അത് മാച്ച് ആകുന്നുണ്ടോ, ഞാൻ ചിന്തിച്ച ആൻസറുമായിട്ട് അത് മാച്ച് ആകുന്നുണ്ടോ? ഇല്ല. യു ക്യാൻ എലിമിനേറ്റ് ഇറ്റ് അറ്റ് ദാറ്റ് സ്പോട്ട് ഇറ്റ് സെൽഫ്. ദെൻ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷനിലോട്ട് വരാം. ഇതെന്റെ ഞാൻ ചിന്തിച്ച ആൻസറുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ? ഓക്കെ, ഏകദേശം മാച്ച് ആകുന്നുണ്ടോ? ഓക്കെ, യു ക്യാൻ ലീവ് ഇറ്റ് ദേ. ദെൻ യു ഗോ ടു ദ തേർഡ് ഓപ്ഷൻ. ഇത് മാച്ച് ആകുന്നുണ്ടോ? ഓക്കെ, ഇത് മാച്ച് ആവുന്നില്ല. സോ യു ഗോ, യു ഫൗണ്ട് യുവർ ആൻസർ.
clearly you have found your answer. So that's why I'm saying നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ആൻസർ സ്വന്തമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എലിമിനേഷൻ മെത്തേഡ് ഇച്ചിരും കൂടി വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എൻ്റെ ലാസ്റ്റ് സ്ട്രാറ്റജി എന്താണ്? റീഡ് ദി ഓപ്ഷൻസ് ആൻഡ് മാച്ച് ടു യുവർ ഓൺ ആൻസർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്നിട്ട് ഓപ്ഷൻ വായിക്കുക, എന്നിട്ട് ആൻസർ നിങ്ങളുടെ ആ ഓപ്ഷനുമായിട്ട് നിങ്ങളുടെ ചിന്തിച്ച ആൻസർ മാച്ച് ആകുന്നുണ്ടോ നിങ്ങൾ നോക്കുക. എന്തിനാ? ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ എവറി വൺ ടു ചൂസ് ദി ആൻസർ ആൻഡ് അവോയ്ഡ് ദ കൺഫ്യൂഷൻസ് അമംഗ് ദി ഓപ്ഷൻസ്. ശരിയല്ലേ? ഇതാണ് നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജീസ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ പാർട്ട് ബിയിൽ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പാരഗ്രാഫ് കിട്ടുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് വായിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ കോണ്ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, ഗൈഡ് ലൈൻസ് ഫോർ എക്സാമിനേഷൻ. എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പം എങ്ങനെ എക്സാമിനേഷൻ ചെയ്യണം? ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയ ഒരു എക്സാമിനേഷൻ ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻസിനെ കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫ്, ഈ ഒരു അബ്സ്ട്രാക്ട് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. Now you come to your question. What is this guideline mainly focusing on? കണ്ടോ? അപ്പൊ മെയിൻലി ഫോക്കസിങ് ഓൺ എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായിട്ട് എന്തിനെയാണ് ഫോക്കസ് ചെയ്ത് ഈ ഒരു ഗൈഡ് ലൈൻ സംസാരിക്കുന്നത്? ചോദ്യം മനസ്സിലായല്ലോ? സോ നൗ യു ക്യാൻ നോട്ട് ഗോ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. അല്ലേ, നിങ്ങൾക്ക് സ്കിമ്മിങ് സ്കാനിങ് പറ്റുമോ? ഇവിടെ പർട്ടിക്കുലർ ഒരാളെ കുറിച്ച് ചോദിക്കുന്നുണ്ടോ? ഒരു പർട്ടിക്കുലർ ആളെ കുറിച്ച് ചോദിക്കുന്നില്ല. ഇത് ഓവറോൾ ആൻസർ ആണ് ചോദിക്കുന്നത്. മെയിൻലി ഫോക്കസിങ് ഓൺ. കണ്ടോ? ആ ഒരു ഓപ്ഷൻ കണ്ടോ? മെയിൻലി ആ ഒരു വാക്ക് കണ്ടോ? മെയിൻലി ഫോക്കസിങ് ഓൺ. അപ്പം ഈ ഒരു ഗൈഡ് ലൈനിന്റെ മെയിൻ ഐഡിയ ആണ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ക്ലിയർ ആണോ? യു ക്യാൻ നോട്ട് go and search for a particular subject or search for a particular issue. You have to understand from the beginning and till the end എന്താണ് ഈ പാരഗ്രാഫ് സംസാരിക്കുന്നത്. നമ്മൾ കോണ്ടെക്സ്റ്റ് വായിച്ചത് കൊണ്ട് we know they are talking about some kind of examination. ഇനി എന്ത് എക്സാമിനേഷൻ ആണ്, എങ്ങനെയാണ്, എവിടെയാണ് നമ്മൾ ഇനി വായിച്ച് മനസ്സിലാക്കണം. So for these type of questions, like I said, you cannot go expeditious reading or you cannot go skimming and scanning. You just have to sit and read and understand behind the words what's the author's message. Alle clear ano? Okay, നമുക്ക് ഇനി പാരഗ്രാഫ് വായിക്കാം. Certain features of the examination should receive special attention. എന്താണ് പറഞ്ഞത്? എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ചില ഫീച്ചേഴ്സിന് നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയി? Weight and postural blood pressure should be measured at most visits. മിക്ക വിസിറ്റ്സിലൊക്കെ നമ്മൾ എന്താണ് മെഷർ ചെയ്യേണ്ടത്? വെയിറ്റും പോസ്ചറൽ ബ്ലഡ് പ്രഷർ ഇതൊക്കെ നമ്മൾ എല്ലാ വിസിറ്റിലും മിക്ക വിസിറ്റിലും നമ്മൾ നോക്കണം. വിഷൻ ആൻഡ് ഹിയറിംഗ് ഷുഡ് ബി ചെക്ക്. വിഷനും നോക്കണം, ഹിയറിംഗ് നമ്മൾ നോക്കണം. ഓക്കെ, ഡെൻചർ ഫിറ്റ് ഷുഡ് ബി അസസ്ഡ്. അയാളുടെ ഡെന്റൽ ഫിറ്റ് അല്ലെങ്കിൽ പല്ലിന്റെ ആ ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണോ നമ്മൾ നോക്കണം. And the oral cavity should be inspected with the dentures removed. എന്നിട്ട് എന്തെങ്കിലും ഡെൻചർ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ഓറൽ കാവിറ്റി നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് വായിച്ചു വരുന്നത്? എക്സാമിനേഷൻ എന്തൊക്കെ ചെയ്യണം എന്നല്ലേ ഇവിടെ എടുത്തു പറയാൻ. ആ സ്റ്റാർട്ടിംഗ് ലൈൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. ആ ചില കാര്യങ്ങളായിരിക്കും നമ്മൾ വെയിറ്റ് നോക്കണം, പോസ്ചറൽ ബ്ലഡ് പ്രഷർ ഒക്കെ നോക്കണം, വിഷൻ നോക്കണം, ഹിയറിംഗ് നോക്കണം, ഡെൻചർ ഫിറ്റ് നോക്കണം. ഡെൻചർ എന്തെങ്കിലും റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഓറൽ കാവിറ്റി ഇൻസ്പെക്ട് ചെയ്യണം. ഓക്കെ, although thyroid disease becomes more common with age, the sensitivity and specificity of related findings are substantially higher in older patients. എന്താണ് പറഞ്ഞത്? നമുക്ക് പ്രായമാകുന്ന അനുസരിച്ച് നമുക്ക് തൈറോയ്ഡ് ഡിസീസ് കോമൺ ആയി മാറാറുണ്ട്. എന്നിരുന്നാലും പ്രായമുള്ള ആൾക്കാരിൽ എന്താണ് അതിന്റെ കണ്ടുപിടുത്തങ്ങൾ, അതിന്റെ സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും വളരെ ഹൈ ആണ്. അവർക്ക് തൈറോയ്ഡ് ഡിസീസ് ഒക്കെ കയറി വരാൻ വളരെ ഹൈ ആയതുകൊണ്ട് അവർ പെട്ടെന്നാണ് സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും കാണിക്കുന്നത്. അപ്പോൾ അവരുടെ സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി വളരെ ഹൈ ആയിരിക്കും. ആരില്? ഓൾഡർ പേഷ്യൻസിൽ. സോ നമുക്കൊരു ഏകദേശം മനസ്സിലായിട്ടുണ്ട് നമ്മൾ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പ്രായമുള്ള ആൾക്കാരെ കുറിച്ച്. ഓക്കെ, കോൺസിക്വന്റ്ലി the physical examination can rarely exclude thyroid dysfunction in them. അതിന്റെ കൂടെ തന്നെ എന്താണ്?
ഫിസിക്കൽ എക്സാമിനേഷൻ ഒരാളിൽ അവരിൽ ഇൻ ഡെം എന്ന് പറയുമ്പോൾ ആരാണ്? ഓൾഡർ പേഷ്യൻ്റ് അല്ലേ? അവരിൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ വളരെ ചുരുക്കമായിട്ടാണ് അത് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. എന്ത്? ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പൊ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ട് നമുക്ക് ഇയാളിൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് എന്താണ്? വേറെ കുറെ എക്സാമിനേഷൻ ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഫിസിക്കൽ എക്സാമിനേഷൻ ക്യാൻ റെയർലി എക്സ്ക്ലൂഡ് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഇൻ ദം. വളരെ ചുരുക്കമായിട്ട് മാത്രമേ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ അത് അവരിൽ എക്സ്ക്ലൂഡ് ചെയ്യത്തുള്ളൂ. എന്ത്? ഫിസിക്കൽ എക്സാമിനേഷൻ. ഓക്കെ. ദ ബ്രസ്റ്റ് ഷുഡ് നോട്ട് ബി ഓവർലുക്ഡ്. നമ്മൾ ബ്രസ്റ്റിനെ ഇഗ്നോർ ചെയ്യരുത്. സിൻസ് ഓൾഡർ വുമൻ ആർ more likely to have breast cancer and less likely to do breast self examination. നമ്മൾ ബ്രസ്റ്റിനെ ഇഗ്നോർ ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിനെ അവോയ്ഡ് ചെയ്യരുത്. നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ അല്ലേ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യത്തെയാണ് നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതെന്നല്ലേ സംസാരിക്കുന്നത്. അപ്പം ആരെയാണ്? പ്രായമുള്ള ആൾക്കാരിൽ നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതെന്നല്ലേ ഇവിടെ സംസാരിക്കുന്നത്. വെയിറ്റ് നോക്കണം. അപ്പം പ്രായമുള്ള ആൾക്കാരെ കുറിച്ച് മേളിൽ ഒന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. അത് താഴെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഓൾഡർ പേഷ്യന്റ് എക്സാമിനേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലേ? ക്ലിയർ ആണോ? അപ്പം പ്രായമുള്ള സ്ത്രീകളിൽ നമ്മൾ ബ്രസ്റ്റിനെ ഓവർലുക്ക് ചെയ്യരുത്, ഇഗ്നോർ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യരുത്. ബിക്കോസ് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പ്ലസ് അവർ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യാനുള്ള ചാൻസസും വളരെ കുറവാണ്. പ്രായമുള്ള സ്ത്രീകളൊന്നും അവർ സ്വന്തമായിട്ട് ബ്രസ്റ്റ് ഒന്നും നോക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് സെൽഫ് എക്സാമിനേഷൻ വളരെ കുറവാണ്. എന്നിട്ട് ഇവർക്ക് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ചാൻസസ് വളരെ കൂടുതലായ കാരണം നമ്മൾ ഇവരെ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഇവരുടെ ബ്രസ്റ്റ് ഓവർലുക്ക് ചെയ്യരുത്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ എക്സാമിനേഷൻ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ആയിരുന്നു നമുക്ക് ക്ലിയർ ആയി. ഇവിടെ എന്ത് പറഞ്ഞത്? നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. വെയിറ്റ് നോക്കണം, പോസ്ചർ നോക്കണം, ബ്ലഡ് പ്രഷർ നോക്കണം, വിഷൻ നോക്കണം, ഹിയറിംഗ് നോക്കണം, ഡെൻചർ ഫിറ്റ് നോക്കണം. പിന്നെ തൈറോയിഡ് ഡിസീസ്, ഈ ഇങ്ങനത്തെ പ്രായമാകുന്നത് തൈറോയിഡ് ഡിസീസ് കോമൺ ആകുന്നത് കൊണ്ട് ഇവരിൽ സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി വളരെ കൂടുതലായിരിക്കും. ആരിൽ? പ്രായമുള്ള ആൾക്കാരിൽ. പിന്നെ എന്താണ്? പ്രായമുള്ള ആൾക്കാരിൽ ഫിസിക്കൽ എക്സാമിനേഷൻ തൈറോയിഡ് ഡിസ്ഫങ്ഷനെ വളരെ റെയർലി ആണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വേറെ എക്സാമിനേഷൻ ഒക്കെ നടത്തണം. ബ്രസ്റ്റ് നമ്മൾ ഓവർലുക്ക് ചെയ്യരുത്. ബിക്കോസ് ഇവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ചിന്തിക്കാം, എന്തായിരുന്നു നമ്മുടെ ചോദ്യം ചോദിച്ചത്? ഈ ഒരു ഗൈഡ് ലൈൻ മെയിൻലി എന്താണ് സംസാരിക്കുന്നതല്ലേ ചോദിക്കുന്നത്, മെയിൻലി എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നതല്ലേ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാം, എന്തായിരുന്നു നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യത്തെയാണ് നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണ്ടേ എന്നല്ലേ ഇത് സംസാരിക്കുന്നത്. ആരില്? പ്രായമുള്ള ആൾക്കാരിൽ. വേറെ ഒരാളെ കുറിച്ച് സംസാരിക്കുന്നില്ല. പ്രായമുള്ള ആൾക്കാരിൽ നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ എന്ത് കാര്യത്തെയൊക്കെയാണ് നമ്മൾ ഫോക്കസ് കൊടുക്കണ്ടേന്നല്ലേ ഇത് സംസാരിക്കുന്ന ഗൈഡ് ലൈൻ. നമുക്ക് ആ ഒരു വായനയിൽ നിന്ന് മനസ്സിലായില്ലേ? പ്രായമുള്ള ആൾക്കാരിൽ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അവരെ ബ്രസ്റ്റ് നോക്കണം, വിഷൻ നോക്കണം, ഹിയറിംഗ് നോക്കണം, വെയിറ്റ് നോക്കണം, ബ്ലഡ് പ്രഷർ നോക്കണം, തൈറോയിഡ് നോക്കണം, എല്ലാം നോക്കാൻ പറഞ്ഞില്ലേ? ക്ലിയർ ആണോ? സോ നമ്മുടെ ആളാരാ? ഓൾഡർ പേഷ്യന്റ്. കാര്യങ്ങൾ എന്താണ്? ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ആൻസർ ഇച്ചിരി ചിന്തിക്കാം. ഇനി നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. എ ഓപ്ഷൻ, നമ്മുടെ ചോദ്യം എന്താണ്? ഗൈഡ് ലൈൻ മെയിൻലി എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? എ, types of patient a health professional must focus on during a physical examination. ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് പേഷ്യന്റിനെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത്? അങ്ങനെ അവിടെ പറഞ്ഞോ? ടൈപ്സ് ഓഫ് പേഷ്യന്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? വി ആർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഓൾഡർ പേഷ്യൻസ് ഹിയർ, റൈറ്റ്? ഓൾഡർ പേഷ്യന്റിൽ നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്ന് മാത്രമല്ല ഇവിടെ സംസാരിക്കുന്നുള്ളൂ. ടൈപ്സ് ഓഫ് പേഷ്യന്റ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് പേഷ്യന്റിനെയാണ് അവർ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞോ? നോ. ബിക്കോസ് നമുക്ക് നമ്മുടെ ആൻസർ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്താണ്? പ്രായമുള്ള ആൾക്കാരിൽ നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫോക്കസ് കൊടുക്കണം എന്നല്ല ഇവിടെ സംസാരിക്കുന്നത്. നോട്ട് ദ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. നമുക്ക് ഓൺ ദ സ്പോട്ട് എലിമിനേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ. ദെൻ ബി, ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ടു ഡയഗ്നോസ് എ കണ്ടീഷൻ ഇൻ എ പേഷ്യന്റ്. ഒരു പേഷ്യന്റില് കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നാണോ കാണിക്കുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്?
ഏകദേശം എന്താണ് ശരിയാണ്. പക്ഷേ എൻ്റെ ഗൈഡ് ലൈൻ ഇതാണോ ഫോക്കസ് ചെയ്യുന്നത്? ഒരു പേഷ്യൻറ്റില് ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഫസ്റ്റ്ലി ഇൻ ദിസ് ഗൈഡ് ലൈൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൾഡർ പേഷ്യൻറ്റ് ആൻഡ് വി ആർ ടോക്കിംഗ് അബൌട്ട് things that we have to, or certain features that we have to keep in mind while doing a physical examination for older patient. അതല്ലേ നമ്മുടെ ഗൈഡ് ലൈൻ മെയിൻലി സംസാരിക്കുന്നത്. വേറെ ഏതെങ്കിലും പേഷ്യന്റിനെ കുറിച്ച് ഒരു പർട്ടിക്കുലർ എടുത്ത് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പേഷ്യന്റിൽ നമുക്ക് പറയാൻ പറ്റുമോ ജനറലി എല്ലാ പേഷ്യന്റ് ഉദ്ദേശിച്ച് സംസാരിക്കുന്നുണ്ടോ? നോ, ദേ ആർ ജസ്റ്റ് പർട്ടിക്കുലർ ടോക്കിംഗ് അബൌട്ട് ഓൾഡർ പേഷ്യൻസ്. ഓക്കെ, സോ നമുക്ക് ബി ഓപ്ഷൻ അവിടെ നിന്ന് ക്യാൻസൽ ഔട്ട് ചെയ്യാമല്ലോ. Now let's move to C option. Elements health professional must be aware of during elderly patients examination. ഇവിടെ എന്താണ് എല്ലാം ശരിയല്ലേ? പ്രായമുള്ള ആൾക്കാരിൽ നമ്മൾ എന്താണ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ അവെയർ ആയിരിക്കേണ്ടത് അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. തുടങ്ങിയപ്പോൾ തന്നെ അതല്ലേ പറഞ്ഞേ, സർട്ടൻ ഫീച്ചേഴ്സ് ഓഫ് ദി എക്സാമിനേഷൻ ഷുഡ് റിസീവ് സ്പെഷ്യൽ അറ്റൻഷൻ. കണ്ടോ? അപ്പം നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളെ നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം, അവെയർ ആയിരിക്കണം. അപ്പം കറക്റ്റ് അല്ലേ? പ്ലസ് പ്രായമുള്ള ആൾക്കാരല്ലേ നമ്മൾ എടുത്ത് പറയുന്നത്. സോ എലമെന്റ്സ് or else you can say features or else you can say factors, whatever you want to call it, you can call it. So elements health professional must be aware of during elderly patients examination. അതല്ലേ ഗൈഡ് ലൈൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഓവറോൾ ആയ ആൻസർ, വി ഗോട്ട് ദി ആൻസർ റൈറ്റ്. ഗൈഡ് ലൈനിന്റെ മെയിൻ ഫോക്കസ് ആണ് ഒരു പ്രായമുള്ള ഒരാളിൽ നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ അല്ലേ? സോ വിച്ച് ഈസ് ദ ബെസ്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? സി ഇസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ ചിന്തിച്ച ആൻസർ തന്നെ എഴുതും, നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച ആൻസർ തന്നെ എഴുതും. സോ ദാറ്റ് ഈസ് വാട്ട് അവർ ആൻസർ ഈസ്. സോ ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. when you come across these type of questions, what you have to do, നിങ്ങൾ എങ്ങനെ വായിക്കണം, എങ്ങനെ പോകണം, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ once more, just question the strategies ആണ്. Read the context first, read the question, read the text and answer in your own words, and read the options and match to your own answers. അങ്ങനെ ചെയ്യുമ്പോൾ it will avoid few types of confusions among the options. So I hope എല്ലാവർക്കും ജിസ്റ്റ് ക്വസ്റ്റ്യനെ കുറിച്ചൊരു സ്ട്രാറ്റജി മനസ്സിലായിട്ടുണ്ട്. Thank you so much.